മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ വ്യക്തികൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറ്, ഈ കൈപുണ്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? കൈപുണ്യം എന്നാ പറയുക. എന്തായി കൈപുണ്യം? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൈപുണ്യം എന്നുള്ളതുണ്ട്. സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ലാത്ത ഒന്ന്. എല്ലാ വികാരങ്ങളും വിചാരങ്ങളും സയൻസ് കൊണ്ട് വിവരിക്കാൻ പറ്റിയെന്ന് വരില്ല. സ്നേഹം, ബഹുമാനം, ആദരവ്, കടപ്പാട്, വാശി, പക, വിദ്വേഷം, അസൂയ, വിശുമ്പ്, ഇതൊന്നും സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. അതേപോലെ ഒന്നല്ല ഇത്, അതിനേക്കാൾ പ്രകടമാണിത്. നമ്മൾ നല്ല ഭക്ഷണം പാകം ചെയ്യുന്നൊരു വ്യക്തി, അമ്മൂമ്മ, അമ്മ, അവർ ലഭ്യമായിട്ടുള്ള വെജിറ്റബിൾ ഉപയോഗിച്ച് എന്ത് കറി ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റ് അതിനുണ്ടാവും. മറ്റാരുണ്ടാക്കുന്ന അതേ കോമ്പോണന്റ് അമ്മൂമ്മയുടെ കയ്യിൽ കൊടുത്താലും അമ്മൂമ്മ ഉണ്ടാക്കി തരുന്ന ഒരു വളരെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അൾട്രാ മോഡേൺ കുലീനറി പുസ്തകം ഉപയോഗിച്ച് ഇതേ കറി ഉണ്ടാക്കിയാലും കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും. ചില ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ, തിരുവനന്തപുരത്തെ കരവനയിൽ ഒരു ഡോക്ടറുണ്ട്, വളരെ ശാന്തനായ ഡോക്ടർ. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്ന് അദ്ദേഹം ഒന്ന് തൊട്ട് നിങ്ങളോട് ചോദിക്കുക, എന്തൊക്കെയാ, എത്ര കാലമായി കണ്ടിട്ട്, പണ്ട് വരാറുണ്ട് ഇവിടെ. അപ്പോൾ വളരെ സന്തോഷത്തോട് ചോദിക്കും. എന്നിട്ട് സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ തന്നെ 70% അസുഖം നമ്മുടെ ഭേദമായിട്ടുണ്ടാവും. എന്നിട്ടൊരു 2 ടാബ്ലറ്റ് തരും. ചിലപ്പോൾ അദ്ദേഹത്തിന് പറ്റില്ലെങ്കിൽ തൊട്ടടുത്തുള്ള വലിയ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും. അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി. എന്നിട്ട് നാളെ എന്നെ വിളിച്ചു എന്ന് പറയണം, അസുഖം എത്ര കുറവുണ്ട് എന്നുള്ളത് പറയണം. ആ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ കൈ കൂപ്പിയിട്ട് അകത്തേക്ക് പോകും. എത്രയോ പേര് MBBS, MDയും FRCS, MRCP ഒക്കെ എടുത്തവരുണ്ട്. ഈ ഡോക്ടർക്ക് മറ്റു ഡോക്ടർമാരിൽ നിന്നുള്ള വ്യത്യാസം എന്താ? ഇതേപോലെയുള്ള ഡോക്ടർമാർ ധാരാളം പേരുണ്ട് കേട്ടോ, ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. അപ്പൊ ആ ഡോക്ടർ തൊടുമ്പോൾ, സംസാരിക്കുമ്പോൾ, നമ്മളെ കാണുമ്പോൾ, നമ്മളെ ഒന്ന് തലോടുമ്പോൾ സാരമില്ലെന്ന് പറയുമ്പോൾ, മറ്റ് ക്വാളിഫിക്കേഷനുള്ള ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നിനേക്കാൾ ഇഫക്റ്റീവായിട്ട് ഈ മരുന്ന് വരുന്നതിന് എന്താ നമ്മളൊരു വാക്ക് ഉപയോഗിക്കുക? കൈപുണ്യമുള്ള ഡോക്ടറാണ്, കൈപുണ്യമുള്ള അമ്മയാണ്. അതേപോലെ ചില ആശാരിമാരുണ്ട്, അവർ വന്ന് വീട് പണിയും. ആ പണിതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ, ഓ അയാളാണോ, അയാൾ വീട് പണിതാൽ ഒരു ഐശ്വര്യാട്ടോ. എല്ലാവരും വീട് പണിയുന്നത് ഇഷ്ടികയും സിമെന്റും ഇരുമ്പും കമ്പിയും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ്. ഇയാള് പണിയുമ്പോൾ എന്താ ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണം? ആ തോന്നലിന് ഏത് വാക്കാ നമ്മൾ ഉപയോഗിക്കുക? ഒരു വാക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കൈപുണ്യമുള്ള ആശാരിയാണ്. ഇനി മരാശാരി ഉണ്ടെന്ന് വിചാരിക്കാം, കാർപ്പൻ്റർ, അയാളുടെ അടുത്തിയല്ല, ഈ മരത്തിന് കുറച്ച് വളവുണ്ട്, ഇതൊന്നും സാരില്ല, ഒക്കെ ഞാൻ ശരിയാക്കി തരാം, പ്രശ്നമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് അയാൾ വളഞ്ഞും പുളഞ്ഞും ഇരിക്കുന്ന മരത്തിനേക്കാൾ ക്ലീൻ ആക്കിയിട്ട് കസേര കൊണ്ടുവന്ന് വെക്കുമ്പോൾ എത്രയോ കസേര അല്ലെങ്കിൽ എത്രയോ ടേബിൾ അല്ലെങ്കിൽ എത്രയോ അലമാരി കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന അലമാരിക്ക് വളരെ അധികം ഭംഗിയുണ്ട്. ഇതായിരുന്നു കാരണം. എല്ലാവരും പറയും കൈ ഈശ്വര നിശ്ചയാണെന്ന് പറയും. ആ വാക്കിനകത്തുണ്ട് മെക്കാനിക്കലായിട്ട് ചെയ്യുന്നതിലപ്പുറത്ത് ഉള്ള ഏതോ ഒരു ഇൻപുട്ട് അതിനകത്ത് വരുന്നു. അതുകൊണ്ട് അതിന് പറയാവുന്ന പേര് കൈപുണ്യം. ഒരു കുറെ ആയുർവേദ ഡോക്ടർമാരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. എല്ലാവരും കളഞ്ഞ പുരോഗമനവാദികളാണ്, യുക്തിവാദികളാണ്. ആയുർവേദത്തിന് ഏത് വീക്ഷണമാണോ ഉണ്ടാവേണ്ടത് അതിൻ്റെ കട്ടക വിരുദ്ധമായിട്ടുള്ള വീക്ഷണമുള്ളവരാണ്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറയേണ്ടത്, നമ്മുടെ ആയുർവേദം യുക്തിക്ക് നിരക്കുന്നതാണ്, നല്ലതാണ്. അതിന് യഥാർത്ഥത്തിൽ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ എത്ര കോടി രൂപയുടെ പ്രോജക്റ്റ് എടുത്താലും ആയുർവേദ മരുന്നുകൾ സ്റ്റാൻഡർഡൈസേഷൻ സാധ്യമല്ല. കാരണം എന്താ? പല കോമ്പോണന്റുകൾ പല രീതിയിൽ പ്രോസസ് ചെയ്ത് പല അധികം കെമിക്കൽ ചേഞ്ചുകൾ വരുത്തിയിട്ട് ഇൻഫാക്ട് നമ്പർ ഓഫ് കോമ്പോണന്റ് നമ്പർ ഓഫ് പ്രോസസ്സിങ്ങിന് വിധേയമായിട്ട് ഫൈനലി ആർട്ടിഫാക്റ്റും ഹൈഡ്രോളിറ്റിക് പൈറോളിറ്റിക് ചേഞ്ചിലൂടെ ഉണ്ടാവുന്ന ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാർ സ്റ്റാൻഡർഡൈസ് ചെയ്യാതെ അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒന്നും പോവില്ല, കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അവരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്നത്. അവരെ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റും, എന്നിട്ട് കാര്യങ്ങൾ പറയും.
ആയുർവേദ വൈദ്യന് ഡോക്ടർക്ക് നല്ല ആത്മീയത ഉണ്ടാവണം, നല്ല കൈപുണ്യം ഉണ്ടാവണം, കൊടുക്കുന്ന മരുന്നിൽ നല്ല ഫെയ്ത്ത് ഉണ്ടാവണം. ഉടനെ ഈ ആയുർവേദ വൈദ്യന്മാർ എന്നോട് പറഞ്ഞത്, ഇതൊക്കെ ഞങ്ങളോട് സാറ് പറയണ്ട, ഞങ്ങൾ ആ രീതിയിൽ നിൽക്കുന്നവരല്ല, ഇതൊക്കെ അമേരിക്കയിൽ ചിലവാകും, ഞങ്ങളുടെ അടുത്ത് ചിലവാവില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് വേദനയൊന്നും തോന്നിയില്ല, കാരണം മിക്കവാറും പുരോഗമനവാദികൾ യുക്തിവാദികളുടെ ഭാഷ ഇത് തന്നെയാണ്. പക്ഷെ അവർക്കെല്ലാം വിവരിക്കാൻ പറ്റാത്ത ഒന്ന് ഈ ചികിത്സയിലുണ്ട്, ആയുർവേദം പറയുന്ന മാതിരി. അതിനകത്തൊരു കൈപുണ്യമുണ്ട്. ആയുർവേദ മരുന്നുകൾ കൊടുക്കുമ്പോൾ ആ മരുന്നിൽ വേദമാകും എന്ന്. ശരീര മനസ്സോയോഗ പരസ്പരം അനുവ്രജേ ആധാര ആദേയഭാവേന തപ്താജ്യ ഘടയോരിവ. രോഗിയെ ട്രീറ്റ് ചെയ്യുമ്പോൾ മനസ്സിനും ശരീരത്തിനും ട്രീറ്റ് ചെയ്യണം. രോഗം ശരീരത്തിനാവാം, പക്ഷെ മനസ്സിനെ ട്രീറ്റ് ചെയ്യണം. ചിലപ്പോൾ രോഗം മനസ്സിനാവാം, ശരീരത്തിനെ ട്രീറ്റ് ചെയ്യണം. ഈ മനസ്സിന് കൊടുക്കുന്ന ഫെയ്ത്ത്, മനസ്സിന് കൊടുക്കുന്ന സന്തോഷം, മനസ്സിന് കൊടുക്കുന്ന അട്രാക്ഷൻ, ലവ്, അഫെക്ഷൻ, ഡിപ്പെൻഡൻസി, ഇതൊന്നും മോഡേൺ സയൻസ് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, കൈപുണ്യം എന്നുള്ളതുണ്ട്. സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കോ? ഇല്ല. ശാസ്ത്രം കൊണ്ട് വിവരിക്കാൻ സാധിക്കോ? സാധിക്കും. Whatever is guiding you, that is what is needed here. അത് സൈക്കോളജിക്കലി ഇമ്പാക്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് കൈപുണ്യമുണ്ട് എന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും കാർപ്പന്റർമാരും ആശാരിമാരും അതേപോലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഭക്ഷണം പാകം ചെയ്യുന്നവരും ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്നവരും അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രണാമം.